സ്ലീവാച്ചാ കടക്കാത്ത ഭയങ്കര അടി നടക്കോ. ആരെ? ആ ബെച്ചിയുടെ ആച്ചന്മാരാ. പെണ്ണേസാണ്ട് ആരും ഓരോടെ നിരുന്നേ. എന്നെ വിഷയം? ഒരു വിഷയമില്ല, ഉള്ളതൊക്കെ ഞങ്ങൾ കൈയറിഞ്ഞിട്ടുണ്ട്. ചേട്ടായിക്ക് വന്നേ. എന്നാടാ എന്നാ? എന്റെ പോന്നടാവേ, എനിക്കെങ്ങും അറിയത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കടാ. ബെറ്റ്സി എന്നെ ഒന്ന് കാണാൻ വന്ന സ്ലീവാച്ച. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവളുടെ ചാച്ചന്മാര് കയറി വന്ന്. കുറെ നാളെ ഇവന് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ. ശ്രീവാച്ച എത്രയും വേഗം നിങ്ങളോട് പറഞ്ഞു വിട്ടണം. അതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ചുക്കുമില്ല. എന്നെ കരുതുന്ന താരൊക്കെ ഈ പിള്ളേരെ കൈവച്ച് ഈ നാട്ടിൽ നടക്കാത്തൊന്നും അല്ലേ ചെയ്ത്? നീ ഈ തണ്ടികൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വിചാരിച്ചു. താവരെ വിളിച്ചോണ്ട് ഇറങ്ങി പോയോ? പോയടോ, ഇറങ്ങി പോയടോ. പോ കണ്ടവനെ ഉപദ്രവിച്ചോടാ മാര്. നിനക്കാളെ പോറ്റാനുള്ള ധൈര്യം ഉണ്ടോ? എന്നാ നീ വെച്ച് വിളിച്ചിറക്കും. ബാക്കി കേട്ടു. ആ മൗസാറെ, ഞാൻ ടൗണിലുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. നിന്റെ സക്കിന്റെ ഇടയ്ക്ക് 100-ൽ 100 മാർക്ക് അവര് തന്നേക്കുന്നേ. അതേടാ, ഇപ്പൊ എയോടെ മെയിൽ വന്നായിരുന്നു. നിന്നെ അവര് തെരഞ്ഞെടുത്തടാ. ഇന്നലെ സമ്മതിക്കണം കേട്ടോടി ബെച്ചി, നിന്റെ ധൈര്യം. എത്ര നാളായി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട്? ഇപ്പം 3 വർഷം. എൻ്റെ പൊന്നു ചേച്ചി, ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാറ് പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല. പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും. അങ്ങനെ വന്ന് അടുത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ പറയണ്ടല്ലോ, ഫോൺ വിളിയായി, പറച്ചിലായി. പിന്നെ ഞങ്ങൾ ഇവിടം വരെ എത്തി. എന്നിട്ട് അച്ചാറോട് പോയി ചേച്ചി. അതിനെന്നെ പറയണ്ട, അതിൻ്റെ കാരണക്കാരൻ ദേ നിൽക്കണു. ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ടങ്ങ് അടിച്ച്. അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാണ് നല്ലത്. ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാലോ. എന്നാ മണ്ടത്തരവാടാ കൊച്ചെ നീ കാണിച്ചേ. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നോ? അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത്. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഇവള് ധ്യാനത്തിനാണെന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു. പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എൻ്റെ കടയിലോട്ട് വന്നു. പിന്നെ ആകെ പാടെ പ്രശ്നമായി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി. ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി, ഇപ്പോൾ ഓടുന്നു. ഇല്ല ചേച്ചി, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെന്നറിയില്ല. അതിൽ തെറ്റൊന്നുമില്ല വെച്ചേ. ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാന് അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവം ചെയ്യുവോ? അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറയണേ. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഈ രാജ്യത്ത്. ഗോവിച്ചടോ, നാളെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ വേണ്ട സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ചെയ്തു. കുഴപ്പമില്ല സ്ലീവാച്ച, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇതാടാ എന്റെ മുറി. ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ? ഇല്ലെന്നേ, അയച്ചൊരു വലിയ പ്രശ്നം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യം എങ്ങനെ? സ്ട്രോങ് അല്ലേ? വീട്ടിൽ പറഞ്ഞു? വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇച്ചിരി പേടിച്ചിരിക്കുക. അതിനകത്തിന് അമ്മച്ചി പേടിക്കണേ? നമ്മളൊക്കെ അല്ലേ ഇവിടെ. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ. നാളെ ഇനി അവന്മാരുടെ നിന്ന് വീണ്ടും ഇടികൊള്ളേണ്ട വരുമെന്ന് എൻ്റെ പേടി. സ്ലീവാച്ചിന് ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉള്ളത് എൻ്റെ ഒരു സമ. സ്ലീവാച്ച, സ്ലീവാച്ച്. കുട്ടുസാ, നീ ചാടി കയറി പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ചേട്ടൊന്ന് പോട്ടെന്നു. ഇന്നലെ കിട്ടിയ എൻ്റെ ക്ഷീണം വരെ മാറിയിട്ടില്ല. ഞാൻ ഓർമ്മ കൊടുക്കുവാനായിട്ട് അടിപൊളി. ഞാൻ ചേട്ടൻ മുങ്ങോട്ടോ. കുട്ടിയച്ചാ, നീ മുറ്റത്ത് നിൽക്കാതെ അവളെ കൂട്ടി അകത്തോട്ട് കയറിയേ. എന്റെ പൊന്നെ വെച്ച് അവളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് എത്ര രൂപ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവളെ ഇങ്ങോട്ട് ഇറക്കി കൊല്ലും ചില അവളെ. നിങ്ങൾ കൊല്ലുവോ വളർത്തുവോ എന്നാന്ന് വെച്ചാ ചെയ്. കുട്ടായി ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ അവനുമായിട്ടൊന്ന് സംസാരിക്കും. എന്റെ പൊന്നളിയാ, നിങ്ങളിങ്ങനെ പഴമഴിക്ക് പറഞ്ഞിരിക്കാതെ അവനെ ഇങ്ങോട്ട് വിളിക്കേ, അല്ലെങ്കിൽ പറ. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എടാ ബേബി, ഒന്ന് സമാനപ്പെടാ. അവിടെ ഒരു പരിപാടി നടക്കുമല്ലേ? ഒരു കൊടി ഇത്ര കയറ്റിക്കൊണ്ട് വരുമ്പോ എന്നാ മുടക്കാവും? ഇതിന് ശരിക്കും മുടക്കം ഭയങ്കര കുറവാ. ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കണേ. പിന്നെ അടിക്കാട് വെട്ടുമ്പോൾ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിന് വളമാവുന്നത്. അത് ശരിയാ. നടുപ്പ് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിപ്പോ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിന്റെ പുളി പറയാണ്ട് എന്തോരം വളം ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. pH കണ്ടിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇടയ്ക്കിടക്കൊരു ഇച്ചിരി കക്കാൻ നീറ്റിച്ചിട്ട് കൊടുത്താ ബെസ്റ്റ്. പ്രിൻസിയെ സംബന്ധിച്ചിടത്തോളം പുതുമോടിയിലാണ് സ്ലീവാച്ചിന് പുരസ്കാരമൊക്കെ ലഭിക്കുന്നത്. എന്ത് തോന്നുന്നു? അതൊക്കെ ഓരോരുത്തരുടെ പ്രയത്നവും അധ്വാനത്തിന്റെയും ഫലമല്ലേ. സന്തോഷമുണ്ട്. കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടിക്കഴിഞ്ഞു.
മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും. നേരാം ഭാവുകങ്ങൾ. നീ എല്ലാവരും ചേർന്ന് നോളൂ. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. സ്മൈൽ. കുട്ടിച്ച ഞാൻ ഇവിടെ വരാനിരിക്കുന്നു. എന്നാലും സ്ലീവാച്ച നീ എന്നോട് കാണിച്ച മകാ പോക്കത്തിലും ആയിപ്പോട്ടോ. എൻ്റെ കൊച്ചു ഇവിടെ വന്ന് കയറിയ കാര്യം നിനക്ക് എങ്ങനെയോടൊന്ന് പറയായിരുന്നു. മകാ മോശമായിപ്പോടാ. ഞങ്ങളെല്ലാവരും അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നാ. അമ്മച്ചി ആ പിള്ളേരെ കൊണ്ട് വിളിച്ച് കുടിച്ചു വന്ന്. എന്നത്തിന് പിള്ളേർക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ സമാധാനത്തോടെ നിങ്ങൾ ഇല്ല വരത്തില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. നീ കഴിഞ്ഞ ആഴ്ച എന്റെ തലത്തോട് സത്യം ചെയ്തല്ലേ ഇവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതമ്മ എന്ന് വിഷം അടിക്കുന്നു പറഞ്ഞിട്ടല്ലേ. നീ അവളെ വിളിച്ചിറക്കടി. ദേ ബാബുവേ, ഇവിടെ ഗുണ്ടായസൊന്നും വേണ്ട. പിള്ളേർ വരുവാണെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. എടാ സ്ലീവാച്ച അത് പറയാം, നിനക്കെന്ത് യോഗ്യതരാ ഉള്ളത്? നീ നിന്റെ സ്വന്തം പെണ്ണുമ്പോളെ ഞങ്ങളുടെ ബലാത്സംഗം ചെയ്തല്ലേ? വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങളുടെ ചെറുക്കനെ വേണ്ടാതിനെ പറഞ്ഞോണ്ടല്ലോ തെങ്ങ് മുടക്കാലെടുത്തടിക്കും ഞാൻ. അനേജി ചുമ്മാ എന്നത് കുടിച്ചു വന്ന്. ഡേഡി നീ അങ്ങോട്ട് ചെല്ലേ ചെല്ലേ. നീ കൊണ്ടിരുന്നു. നമുക്ക് സംസാരിക്കാം. ചേച്ചി അത്തരേ. കുട്ടിച്ചു ഇവൾ എൻ്റെ കൂടെ പെങ്ങളല്ലേ. ഇവക്ക് മോശമായ ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടിച്ചന് തോന്നുന്നുണ്ടോ? എന്നെ കുട്ടിച്ചൻ അങ്ങനെയാണോ കണ്ടേക്കണേ? എടാ, വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത്. ഈ രണ്ടെണ്ണത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്നത് നീ കാണുന്നില്ല ദിവസവും. ഇവിടെ നിന്ന് പുറത്തു പോയി എൻ്റെ വീടൊന്ന് കര കയറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാ ഇക്കട്ടെങ്കിൽ എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ. എൻ്റെ കുട്ടിച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട്. അതെനിക്ക് അറിയാവുന്നതാ. പിന്നെ ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഇവന് ഞാനാ ഗ്യാരണ്ടി. പോരെ? കുട്ടിച്ച ഒരു ചായ എടുത്ത് കുടിച്ചേ. ഒരു ചായ എടുത്ത് കുടിക്കുന്നു. ആ പുറത്ത് ഓഫീസർമാർക്കും ചായ കൊടുക്കുന്നു. നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ള ഇഷ്ടമുള്ളവരുടെ കൂടെ ചോദിച്ചോട്ടെ, അതൊന്നും ഞാൻ കുഴപ്പമില്ല. എന്നാലും ബാധ്യതയ്ക്ക് എന്ത് ചെയ്യും? അത് ബാക്കിക്കുമല്ലേ. എനിക്ക് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഇളയതൊരെണ്ണം കൂടെ ഉണ്ട്. ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം. അല്ലേ ബെറ്റ്സി? നീയൊക്കെ എന്താണ് ചെയ്യുക? ഇനി നീ ഞങ്ങളോട് യാതൊരു ബന്ധവും ഇല്ല. പള്ളിക്കാരുടെ ഇടയിൽ നാട്ടുകാരുടെ അടുത്തും അപ്പച്ചായനും മമ്മീനെ നാറ്റിച്ചപ്പോൾ നമുക്ക് മതിയായില്ലേ? എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിച്ചു. മോളെ അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചോളാം. ഞാൻ കുറെ ആലോചിച്ചു. താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണം. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കിയേക്കാം. ആ പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട. അമ്മച്ചി ഈ മഴ കുറേ ലക്ഷമില്ല കേട്ടോ. ധ്യാനത്തിന്റെ ആശ്വാസമല്ലേ, ഞാൻ കൊണ്ടുവിടാം. മോളെ ഒരുങ്ങ്, അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ചേർന്നെന്ന് പറയാമോ? ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട്. നമ്മുടെ പ്രിയ ശ്രീവാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീവാച്ച, ഒന്ന് എണീറ്റ് നിന്നേ. ശ്രീവാച്ചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാച്ചനെ നാം കാണുന്നുണ്ട്. അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി. അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാച്ചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരഘോഷങ്ങളോടുകൂടി പ്രിയ ശ്രീവാച്ചന് അനുമോദനങ്ങൾ അർപ്പിക്കും. ഞാനേ ആ നേരത്തെ കഴിഞ്ഞ പരിപാടി നോക്കട്ടെ. അമ്മച്ചേക്ക് വിളിച്ചോ, ഞാൻ അവിടെ ഉണ്ടോ?